മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞുതാണ സംഭവത്തിൽ കരാറുകാരായ KNR കൺസ്ട്രക്ഷനെ കേന്ദ്രം ഡീബാർ ചെയ്തു. ഇതിനൊപ്പം പദ്ധതിയുടെ കൺസൾട്ടന്റായി പ്രവർത്തിച്ച ഹൈവേ എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ് എന്ന കമ്പനിക്കും വിലക്കുണ്ട്. പദ്ധതിയുടെ പ്രൊജക്ട് മാനേജർ M. അമർനാഥ് റെഡ്ഡിയെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ദേശീയപാത നിർമ്മാണത്തിന്റെ ടീം ലീഡറായ രാജ്കുമാർ എന്ന ഉദ്യോഗസ്ഥനെതിരെയും നടപടിയുണ്ട്. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയമാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം കണ്ണൂർ കുപ്പത്തും പ്രശ്നങ്ങൾ ഉള്ളതായി ദേശീയപാത അതോറിറ്റി സമ്മതിച്ചു. DPRൽ അപാകതകളുണ്ട്, ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുമെന്നും ദേശീയപാത അതോറിറ്റി അധികൃതർ വ്യക്തമാക്കി. I am the resident engineer from the independent engineer side. What are the measures you are going to implement here? Sir, already you have seen some channelization we have done for the water. We are protecting with the soil bag. Okay. So the further all the houses will be get protected from the heavy water. Okay. In the meantime, we are planning to divert the other catchment area water to other way. We will find with the help of local panchayat people and other places where we can put the storm water. Okay. So that further no such heavy water should come to this location. Is there any option to prevent the soil erosion and water? No, soil protection we are doing. There is no such problem. Design is there, that will not collapse. The thing is, we have to take time. And with the time, it will be get it done. Proper way, it will get done. 27th is the deadline. Deadline for the monsoon, not for our job. We are doing our job. You have also seen from the last 2-3 days, we are working very seriously here. Okay, so we have made the protection for the house people. First, they should get out of problems. Will you get complete it before 27? I'll try my level best to complete. But main thing, diversion we have made already. So that is temporary measurement we have already taken. That is over. Okay, means further some modifications we are doing. So that if any major water will come, it will go smoothly, flow smoothly. വിവരങ്ങളുമായി TG സജിത്ത് ചേരുന്നുണ്ട്. വിവരങ്ങളുമായി സജിത്ത്, ഈ ഒരു സംഭവം ഉണ്ടായി, ഈ ദേശീയപാത ഇടിഞ്ഞതാണ്, ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആരും, അതായത് കേന്ദ്ര സർക്കാരോ ദേശീയപാത അതോറിറ്റിയോ സംസ്ഥാന സർക്കാരോ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല എന്ന ആക്ഷേപമായിരുന്നു പ്രതിപക്ഷം ഉന്നയിച്ചത്. ഇവിടെ ഇപ്പോൾ കരാറുകാരനെതിരെയും ഇതിന്റെ ചുമതല ഉണ്ടായിരുന്ന ചില ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ മാത്രം ഒതുങ്ങേണ്ടതാണോ നടപടി? എന്താണ് ദേശീയപാത അധികൃതർ വ്യക്തമാക്കുന്നത്? കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിൻ്റെതാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ പരാതി ഉയർന്ന ഘട്ടത്തിൽ ഒരു കർശന നീക്കം തന്നെ NHAയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നു എന്നതാണ് സാഹചര്യം. മന്ത്രാലയം തന്നെയാണ് ഇക്കാര്യത്തിൽ നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ മന്ത്രി മുഹമ്മദ് ബഷീർ നിതിൻ ഗഡ്കരി കേന്ദ്രമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോഴുണ്ടായ നടപടികൾ എന്നാണ് മനസ്സിലാക്കുന്നത്. 2 ഉദ്യോഗസ്ഥർക്കെതിരായ നടപടിയുണ്ട്. ഇതിൽ ഒപ്പം തന്നെ 2 സ്ഥാപനങ്ങൾക്കെതിരായ നടപടിയുമുണ്ട്. ഈ 2 നീക്കങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഈ പദ്ധതിയുടെ കരാറുകാരനായ KNR കൺസ്ട്രക്ഷൻസിനെ ഡീബാർ ചെയ്തിരിക്കുന്നതാണ്. അതായത് ഇനി മുതൽ NHAയുടെ ഒരു പ്രവർത്തനങ്ങളും അവർക്ക് ഏറ്റെടുക്കാനാവില്ല, അവർക്ക് ടെൻഡർ സമർപ്പിക്കാനാവില്ല എന്നതാണ് ഇതിലൂടെ കർശനമായ നടപടിയാണ് സ്വീകരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പദ്ധതിയുടെ പ്രോജക്റ്റ് കൺസൾട്ടൻ്റായി പ്രവർത്തിച്ച ഒരു കമ്പനി കൂടിയുണ്ട്. ആ കമ്പനിക്കെതിരെ ഹൈവേ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻ്റ് എന്ന കമ്പനിക്കെതിരെയും നടപടി ഉണ്ടായിരിക്കുന്നു. ഈ തരത്തിൽ കർശനമായ നടപടികൾ ഉണ്ടാകുന്നു. ഒപ്പം തന്നെ ഈ പ്രോജക്റ്റിൻ്റെ എഞ്ചിനീയർക്കെതിരെയും ഒപ്പം തന്നെ മറ്റൊരാൾക്കെതിരെയും കൂടി നടപടി കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും ഈ വീഴ്ചകൾ അംഗീകരിക്കുന്നു എന്നതാണ് NHAയുടെ ഇന്നത്തെ ഈ നീക്കത്തിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം. അവിടെ വീഴ്ചയുണ്ടായി എന്ന കാര്യം വ്യക്തമായിരുന്നു. ഇന്നലെ 2 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ, NHA ചുമതലപ്പെടുത്തിയ 2 ഉദ്യോഗസ്ഥർ അവിടെ പരിശോധിച്ച് മണ്ണിൽ ഘടനയിലുണ്ടായ മാറ്റമാണ് ഈ തകർച്ചയ്ക്ക് കാരണമെന്ന് വിലയിരുത്തി. പക്ഷേ അതിനനുസരിച്ച് DPR മാറ്റുകയോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള മുന്നറിയിപ്പുകൾ ഇല്ലാതെ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊണ്ടുപോയി എന്നതാണ് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് ഈ നടപടിക്ക് പുറമെ മറ്റ് 2 നീക്കങ്ങൾ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലൊന്ന്
ഡൽഹി IIT-യിലെ ഡോക്ടർ റാവുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ അവിടെ സന്ദർശിക്കാനും ഒപ്പം അത് സംഭവിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് പഠനം നടത്താനും നിയോഗിച്ചിട്ടുണ്ട്. അതൊരു നിർണായക നീക്കമാണ്. നാളെ ഒരുപക്ഷേ ഈ സംഘത്തിൻ്റെ പരിശോധന ആ മേഖലയിൽ നടക്കാനാണ് സാധ്യത. എന്തായാലും ദേശീയപാതയിൽ ഉണ്ടായ ഈ തകരാറുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിവാദമുണ്ടായിരുന്നു. ഉത്തരവാദിത്തം ആരും ഏറ്റെടുക്കുന്നില്ല എന്ന പ്രതിസന്ധി കൂടി ഉണ്ടായിരുന്നു. ഈ വിഷയത്തിൽ കൂടിയാണ് ഇപ്പോൾ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാവുന്നത്. നിതിൻ ഗഡ്കരി തനിക്ക് നടപടി ഉറപ്പ് നൽകിയിരുന്നു എന്നതാണ് MP കൂടിയായ MP നേരത്തെ മുഹമ്മദ് ബഷീർ വ്യക്തമാക്കിയത്. എന്തായാലും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. കമ്പനിയെ ഡിബാർ ചെയ്യുന്നു, ഒപ്പം തന്നെ 2 ഉദ്യോഗസ്ഥർക്കെതിരായ നടപടിയും എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഈ മലപ്പുറത്തെ സംഭവത്തിൽ മാത്രമല്ല, കണ്ണൂർ ജില്ലയുടെ ഭാഗമായിരുന്ന കുപ്പത്തും ഉണ്ടായ ദേശീയപാതയിൽ ഉണ്ടായ വിള്ളലിലും നിർമ്മാണത്തിലെ പിഴവ് എന്ന കാര്യം NHAI അംഗീകരിക്കുന്നുണ്ട്. യെസ്, തീർച്ചയായും അങ്ങനെ വലിയ ആശങ്കയിലാണ് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണം. മാത്രമല്ല ഇവിടെ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയും കരാറുകാരനെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്കെതിരെയും കർശനമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.